വേറെ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത് നമ്മളിതൊരു ബ്രോഡർ എക്സ്പെക്റ്റീവിൽ നമ്മൾ കാര്യത്തെ എടുക്കാൻ നോക്കും. ഞാൻ പറയുന്നത്, ഞാൻ റിപ്പീറ്റഡായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചുകൂടെ സെൽഫിഷ് ആവണം. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, ആസ് എ ഹീറോ, ആസ് എ വാരിയർ, ആസ് എ ബിസിനസ് ഓണർ, ഈ സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചുറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുതായി ബ്രിക്ക് ബൈ ബ്രിക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നിന്ന് ഇവിടെ വന്ന നമ്മളെ ഒരു ക്ലബ് മെമ്പേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ്? നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഏർലി മോർണിംഗിൽ നമ്മുടെ ഈ പുതിയ ഓരോ സെഷൻസിലേക്കും വരാൻ പറ്റിയത്. ഇത് ഇപ്പോഴും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട്. ഇപ്പോഴും 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് ക്വിറ്റ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. ഒരുപാട് ആളുകൾ ഡിപ്രഷനായി പോയ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെയാണ് നമുക്ക് സ്കോപ്പ് വരാൻ പോകുന്നത്. ഇൻ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൈസിസും സിറ്റുവേഷൻസൊക്കെ സംഭവിക്കുമ്പോൾ ഒരുപാട് ആളുകൾ വാനിഷ് ആയിട്ട് പോകും. ഈ ലോകത്തിൻ്റെ ക്രമം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം കോവിഡ് വന്നപ്പോൾ നമ്മളതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വേണ്ടാത്ത ഒരുപാട് ആളുകളെ താങ്ങാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ലോകത്തിനുണ്ടാവില്ല. എല്ലാത്തിനും ഇപ്പം നമ്മൾ പ്രകൃതിക്കാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു സന്തുലിതാവസ്ഥ ബാലൻസ് ചെയ്യണമെങ്കിൽ കുറേ ആൾ മരിക്കണം.